സോ ഹലോ ഗൈസ്, ഞാൻ നിയോൺ. എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാവരും ചാനൽ സബ് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. സോ നമ്മൾ ഇന്നത്തെ മെയിൻ ഗോളായിട്ട് നമ്മളിന്ന് വന്നതാണത് സ്റ്റോറേജ് സിസ്റ്റം ആയിട്ടാണ്. സോ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ മൈൻക്രാഫ്റ്റിൽ പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. സോ എന്തായാലും നമുക്ക് അതിനുവേണ്ടി 2 സ്റ്റാക്ക് വുഡ് ഗ്യാദർ ചെയ്യണം. പിന്നെ ഒരു സ്റ്റാക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അത് നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് സാധനങ്ങൾ സോർട്ട് ചെയ്യണം. സോ എന്തായാലും നമുക്ക് വുഡ് മൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. സോ ബോറടിക്കല്ല, നിങ്ങളെല്ലാവരും ഒന്ന് കയ്യിലടിച്ചിട്ട് കണ്ടുപോകാം. ഓക്കെ, ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ മോബ് ഫാം ഒന്ന് ജസ്റ്റ് ബ്രേക്കായി, അതൊന്ന് പൊട്ടി മോബൊക്കെ പുറത്ത് വന്നു. പിന്നെ എൻ്റെ ആക്സൊക്കെ പൊട്ടി. സോ ഇപ്പം എൻ്റെ 2 സ്റ്റാക്ക് വുഡുണ്ട് നിലവിൽ. സോ ഓക്കെ, ഇവിടെ ഇപ്പം നിലവിൽ കുറേ മോബുണ്ട്. ഇതിനൊക്കെ വെട്ടിക്കൊല്ലാം. സോ അല്ലെങ്കിൽ എനിക്ക് അറ്റാക്ക് കിട്ടും. ഓക്കെ, സോ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലെവലും ഗ്രൂപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് വുഡ് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കണേ. സോ ഇത് കുറേ സമയം എടുത്തു അത്യാവശ്യം. ഓക്കെ, നമ്മൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തു. സോ നമുക്ക് ഈ ചെസ്റ്റൊക്കെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതിയോ? ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ കുറേ സ്പേസ് ഒക്യുപ്പൈ ചെയ്തെടുക്കണം എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റേ പാട് വെച്ചാൽ മതിയോ? എനിക്ക് ഇങ്ങനെ വെക്കുന്നതിനോട് ഒരു എന്തൊരു ഭയങ്കര കുറവ് ഇതിന്. ഞാൻ അങ്ങനെയല്ല, ഞാൻ വെച്ചത് തെറ്റി. കയ്യിൽ സോണിക്കുണ്ട്. എന്തായാലും നമുക്ക് ഒരു ആക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഒരു ആക്സ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഞാനവിടെ ചെസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല, ഒക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള പിന്നെ പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇങ്ങനെ വരിയായിട്ട് വെക്കണം. സോ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ വയ്ക്കുക, ക്രൗച്ച് ചെയ്തില്ല. ഇങ്ങനെ വെച്ചാലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇങ്ങനെ വെക്കണതാണ് ബെറ്റർ. സോ 2 ബ്ലോക്കിന് പകരം ഓരോ ബ്ലോക്ക് മതി. സോ ഇതൊരു 14 വരി ചെസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ച് വെക്കാൻ പറ്റും. 14 വരി. ഓക്കെ, സോ ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. എന്തായാലും ഇവിടേക്ക് ഒരുങ്ങിയതൊക്കെ പൊട്ടിച്ചളയണം. സോ എന്തായാലും ഈ ചെസ്റ്റ് കൊണ്ട് നമ്മളവിടെ പൊട്ടിച്ചളയാം. സോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് മുകളിൽ ഒരു വരിയും കൂടി വെച്ചാൽ നമുക്ക് 32 ചെസ്റ്റ് മതി. സോ ഒരു സ്റ്റാക്ക് നമ്മുടെ കയ്യിലുണ്ട്. 32 ചെസ്റ്റൊക്കെ 32 അല്ല 34 നമുക്ക് കിട്ടിപ്പോയി. ഓക്കെ, സോ ഇതും കൂടി നമുക്ക് അങ്ങോട്ട് പൊട്ടിക്കാം. ഓക്കെ, ഈ ചെസ്റ്റ് പൊട്ടി താഴത്തെ പൊട്ടിക്കുക. പൊട്ടി. ഓക്കെ, ഡ്രോപ്പുള്ള ജസ്റ്റ് ഞാൻ പൊട്ടിച്ചു. ഇതൊക്കെ ഇനി ഇടിച്ച് വെക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് തീരെ. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമുക്ക് ഈ ചെസ്റ്റും ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഓക്കെ 2 വെച്ചു. ഇവിടെയും 2 വെച്ചു. ഈ ഡ്രോപ്പ് ഡിസ്പോണായി പോകാത്ത ആർക്കറിയാം. ഓക്കെ, ഇവിടെ ചെസ്റ്റ് വെക്കണതിന് മുമ്പ് ഇവിടെ പിന്നെ തെറ്റി മിസ്റ്റേക്ക് ചെയ്തു. അടച്ചു. രാത്രി പറയുന്നത് ജസ്റ്റ് ഒന്ന് സ്ലീപ്പിട്ട് വരെ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. എപ്പിസോഡിൻ്റെ എൻ്റെ കുറച്ചെങ്കിലും ഒന്ന് ശരിയാക്കണം. ഓക്കെ, വി ഗോ ബാക്ക് ടു അവർ ബേസ്. ദെൻ വി സ്ലീപ്പ്. ഓക്കെ, കുറച്ച് ഫുഡ് കഴിക്കുക, ഉറങ്ങാമേ. കുറേ ടൈം എടുത്തു. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ ജസ്റ്റ് 9 മിനിറ്റ് 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് 1 മണിക്കൂറൊക്കെ എടുത്തു. സോ ഓക്കെ, ഇത് നമുക്കെന്ത് ചെയ്യാം? ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്താ ചെയ്യുക? ഇങ്ങനെ വെക്കണമെങ്കിൽ പുറത്ത് ഈ സൈഡിൽ 2 ബ്ലോക്ക് പൊട്ടിക്കണം. സോ
ഡ്രോപ്പുകൾ, ഈ ഡ്രോപ്പായി കിടക്കുന്ന ലൂട്ടുകളെല്ലാം പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇത് പൊട്ടിക്കണത് റിസ്ക് ആണ്. സോ നമുക്ക് തൽക്കാലത്തേക്ക് എല്ലാം ഈ ചെസ്റ്റിലോട്ട് തന്നെ വെക്കാം. ഓക്കെ, എല്ലാം കൂടി ഇങ്ങനെ വെക്കാം. കുറേ ടൈം എടുത്തത്. എല്ലാം ഡബിൾ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി സ്പീഡ് വരുമല്ലോ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത പക്ഷേ എപ്പോഴും വർക്കാവുന്നില്ല. ഓക്കെ, അത് കഴിയാറായി. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് 4 ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, അത് നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കും ഇവിടെ ഒരു ബ്ലോക്കല്ല ചെസ്റ്റും വയ്ക്കണം. കുറച്ച് കൂടെ തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ക്രൗച്ച് ചെയ്ത് ചാടി കയറി അറ്റത്തുനിന്ന് ഇങ്ങനെ 2 ചെസ്റ്റ്, ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ വെക്കണം. ഓക്കെ, അത് മതിയില്ലേ? എന്താണ് നല്ലത്? സോ ഇത് നമുക്ക് അതാകുമ്പോൾ മുകളിലെ തുറക്കാൻ സ്പേസും ഉണ്ട്. ഓക്കെ, ഇതും നമ്മൾ ഇവിടെ വെച്ചു. ലാസ്റ്റത്തെ ക്രൗച്ച് ചെയ്തില്ല, ക്രൗച്ച് ഇവിടെ വെക്കി പറഞ്ഞു കൂടി വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം ഫ്രെയിം വെക്കണം, അത് കുറച്ചും കൂടി ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്ര തന്നെ. അപ്പോൾ 14 വരെ ജസ്റ്റ് ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ അവിടെ നിന്ന് പൊട്ടിച്ച ബ്ലോക്ക് എന്തായാലും നമുക്ക് അവിടെ തന്നെ തിരിച്ച് വയ്ക്കാം. അത് കൈ വെച്ച് ഞാൻ പിന്നെയും അത് എടുക്കാൻ മറന്നു പോകുള്ളൂ. ഓക്കെ, ആ ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ബ്ലോക്കും ഇവിടെ കൂടിയുണ്ട്. ഇനി 3 ബ്ലോക്ക് ഇപ്പുറത്ത്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അത്ര തന്നെ. സോ നമുക്കിനി എന്തായാലും ഇതൊന്ന് സോർട്ട് ചെയ്ത് വെക്കണം. ഞാൻ എന്തായാലും ഇനി നിങ്ങളെ സോർട്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതന്നെ. ഓക്കെ, നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ഒരു ടെസ്റ്റിൽ നാച്ചുറൽ പെട്ടി, പിന്നെ നമ്മുടെ ടൂൾ ആൻഡ് ആർമർ പെട്ടി, ദെൻ നമ്മുടെ വുഡ് ഐറ്റംസിൻ്റെ പെട്ടി, പിന്നെ സ്റ്റോണിൻ്റെ ഐറ്റംസിൻ്റെ പെട്ടി, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ഫുഡ്, പിന്നെ വാരിയബിൾസ്, പിന്നെ ബണ്ടില് റോപ്പ് അങ്ങനത്തെ സാധനം, പിന്നെ ലൈറ്റിങ്, പിന്നെ ബുക്ക്, അതേപോലത്തെ സാധനങ്ങൾ. അത്ര തന്നെ. സോ നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ പണി നോക്കാം. നമ്മളിത് ഇങ്ങനെ കുറേ കഴിഞ്ഞ എപ്പിസോഡും ഇങ്ങനെ തന്നെ കിടക്കായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മോബ് ഫാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇല്ല, കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഇത് പോയി. മുന്നത്തെ എപ്പിസോഡിലാണ് നമ്മൾ വീട് ബിൽഡ് ചെയ്ത്, കഴിഞ്ഞ എപ്പിസോഡിലാണ് പോയത്. സോ എന്തായാലും ഇതും കൂടി ഇവിടെ വെച്ചിട്ട് തെറ്റിച്ച് വെച്ചു. സോ അതങ്ങോട്ട് പൊട്ടിച്ച് കളയാം. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വയ്ക്കുക. ഇങ്ങനൊരു തെറ്റിപ്പോയിടാ പിന്നെ. ഓക്കെ, സ്ലാബ് വയ്ക്കുക. തൽക്കാലത്തേക്ക് ഞാനിവിടെ സ്ലാബ് വയ്ക്കുന്നു. തൽക്കാലത്തേക്കല്ല, സ്ലാബ് അവിടെ വയ്ക്കണുള്ളൂ. താഴെയാണ്, പിന്നെയും താഴെയാണ്. മോനെ പിന്നെയും താഴെയാണ്. ക്രൗച്ച് ചെയ്ത് വെക്കാം, അതുമില്ല. സോ നമുക്കിവിടെ സ്ലാബ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നാൽ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് കുറച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ഇത് ചെയ്തോളാം. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ്. സോ നിങ്ങളങ്ങനെ ബോറടിപ്പിക്കണം എനിക്ക് താല്പര്യമില്ല. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണോ? നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.